ഹായ് ഹലോ, ഇന്ന് ഞാൻ പോകുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു റോഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞാൻ പോകുന്നത് വർക്കലയിലേക്കാണ്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെയാണ് ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിനൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ ഞങ്ങളിതേ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ബീച്ചിലാണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്നല്ലേ? നമ്മുടെ പാത്തു ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്. അവൾക്ക് 4.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അവൾ കടൽ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അവളുടെ മുഖത്തുണ്ടായിരുന്നു. അതെന്താണ് ഉമ്മി, വെള്ളം അല്ലേ, ഒരുപാട് വെള്ളം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നീ വെള്ളത്തിൽ ഇറങ്ങുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നീന്തണം എന്നാണ് പറഞ്ഞത്. എൻ്റെ റബ്ബേ, അവളുടെ ആ ആഗ്രഹം കേട്ടപ്പോൾ ഞാൻ തന്നെ വല്ലാണ്ടായി. എന്തിനാ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പോയെന്നായി. പിന്നെ ഇവിടെ എല്ലാവരും കുടയിൽ നിൽക്കുന്നത് എന്താണെന്നല്ലേ, നല്ല വെയിലായിരുന്നു. വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ താഴും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വെയിൽ ഞങ്ങളെ ചതിച്ചു. വെയിൽ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൊട്ട വെയിലത്ത് ഞങ്ങൾ അങ്ങനെ നിന്നു. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, നമുക്ക് ഇങ്ങനെ കാല് നനയ്ക്കാം. നമ്മുടെ ഇതാണ് തിര. ഇത് തിര അടിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ നനയും, കാലിലൊക്കെ വെള്ളമാവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാണ്ട് നീന്താനൊന്നും പറ്റില്ല. നീന്തി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവും. അങ്ങ് കടലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മി നീ മാത്രം ആസ്തി കൂടെ ആയിട്ട് ഇങ്ങനെ തിരിച്ച് വരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളിതേ വെള്ളത്തിൽ ഇറങ്ങി. ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളും കുട്ടികളെ കണക്കാണല്ലേ, ആരും കാല് നനയ്ക്കാണ്ട് തിരിച്ചു പോകില്ല. എന്താണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനൊക്കെ. നോക്കിയപ്പോൾ ചേച്ചി അങ്ങ് ഇറങ്ങിയിരിക്കുന്നു. ചേച്ചിക്ക് എന്തിൻ്റെ കേടാ ചേച്ചി, ഇങ്ങനെ വാ ചേച്ചി എന്ന് വിളിച്ചപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റില്ല, അവിടെ സ്റ്റക്കായി പോയി. കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പം ഇങ്ങനെ ബേക്കിലോട്ട് മാറി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരയിൽ കളിച്ചുകൊണ്ടേക്കെ ഇരുന്നു. അങ്ങനെ ഞാൻ പാത്തുവിനോട് പറഞ്ഞു, പാത്തു കടലമ്മ കള്ളി നെയ്തിയായിട്ടുണ്ടെങ്കിൽ തിര എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന്. ബെസ്റ്റ് ആളോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഇല്ലേ വിത്ത് അങ്ങനെ വരൂ. പിന്നെ അത് മാത്രമല്ല, അവൾക്ക് തറാപറ പോലും എഴുതറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇതേ കരയ്ക്ക് കയറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു ഞാൻ മീൻ പിടിക്കാൻ പോയൊരു ഫീലിംഗ് ആണ് ഉണ്ടായതല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കരയ്ക്ക് കയറിയപ്പോൾ ഇവിടെ പാത്ത് ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് മണലില്. എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് ഞാൻ കൊട്ടാരം ഉണ്ടാക്കുകയെന്ന്. ഞാൻ ചോദിച്ചു, നിനക്ക് കൊട്ടാരം നീ കണ്ടിട്ടുണ്ടോ, നിനക്ക് അറിയുമെന്ന്. അപ്പോൾ എന്നോട് പറയുകയാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ദുഷ്ടദേവതയ്ക്ക് കൊട്ടാരം ഉണ്ടല്ലോ എന്ന്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ തിരയൊക്കെ കണ്ടിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ തിരയിലേക്ക് ഇറങ്ങി. ഇങ്ങനെ തിര അടിച്ച് വരുമ്പോഴത്തേക്ക് കളിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ പെട്ടെന്ന് ഒരു തിര വന്നു. തിര വന്നപ്പോഴത്തേക്ക് ഇതേ ഒരു ചുമന്ന തുണി വരുന്നു. അല്ലാഹു, ഇതെന്താണ്? അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി കേട്ടോ. ഞാൻ പിന്നെ ആളുള്ള സ്ഥലത്ത് പോയി നിന്നു. അപ്പോൾ എന്നെ കണക്ക് ഇതുപോലെ എന്തെങ്കിലും കടലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പേടി തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളിതേ അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു, അവരുടെ പിറകിൽ പോയി നിന്നു. അപ്പോൾ തിര ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. പിന്നെ ഞങ്ങൾ അവരുടെ ഒപ്പം പോയി നിന്നു. അപ്പോൾ ഞങ്ങളുടെ കാലിലൊക്കെ തിര അടിക്കാൻ തുടങ്ങി. ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ പാത്തുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും അല്ലേ. അവൾക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതുപോലെ തന്നെ വെള്ളം കൈകൊണ്ട് പിടിക്കുന്നുണ്ട്, കാലുകൊണ്ട് തട്ടിക്കളയുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടില്ല അവരുടെ ഫേസിലുണ്ടായ ആ ഒരു സന്തോഷം. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ദേ എന്തോ ഒരു സാധനം പറന്ന് വരുന്നുണ്ട്. അതെന്തായാലും പരുന്തല്ല, കാക്കയില്ല, അതിപ്പോൾ വേറെന്തോ ഒരു സാധനമാണ്. ഇങ്ങനെ വീണ്ടും നോക്കിയപ്പോൾ അതിനെ കാണാനില്ല. എൻ്റെ പൊന്നോ, അപ്പോൾ ഒരു പേടിയായി. അതെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തലയ്ക്ക് മീതെ കൂടെ വേറെ ഒരു സാധനം പറന്നു പോകുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ. അങ്ങനെ അതിനെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊക്കെ നിന്നോ. അപ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല കേട്ടോ ഇത് നോക്കിക്കൊണ്ട് നിന്നത്, അവിടെ നിന്ന് മിക്കുള്ളവരും അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ പിന്നെ പറവകളും പറന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ.